ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് സത്യയെ കാണാതെ എല്ലാവരും ഇങ്ങനെ തെരഞ്ഞു നടക്കുക. ശാരദാമ്മ പറയും, ഇനി നീ തല്ലിയിട്ട് എങ്ങോട്ടെങ്കിലും പോയതാണോ? വാശിക്കാരിയല്ലേ, ആ ഒരു ദേഷ്യത്തില് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലോ? അച്ഛൻ വരും എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നല്ലോ, ഇനി കാണാത്ത സങ്കടം കൊണ്ട് ഇറങ്ങിപ്പോവാം. പപ്പി പറയും, എങ്കിൽ സത്യ അമ്പലത്തിൽ കാണും. ശാരദാമ്മയ്ക്കും, അമ്പലത്തിലോ? പപ്പി പറയും, അതെ, എന്നെ ഫോൺ ചെയ്തപ്പോ പറഞ്ഞായിരുന്നു ഭഗവാൻ പറഞ്ഞിട്ടാ അച്ഛനെ കാത്തിരിക്കുന്നെന്ന്. കാണാത്തത് കൊണ്ട് എന്താ വരാത്തതെന്ന് ചോദിക്കാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലോ? ശാലിനി പറയും, അതിന് സാധ്യതയുണ്ട്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു പോകുമ്പോ പപ്പി പറയും, ഞാനും വരാം ചേച്ചിയമ്മേ. ശാലിനി പറയും, വാ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞിട്ട് പപ്പിയെ കൂട്ടി ശാലിനി അവിടെ നിന്ന് ഇറങ്ങുക. അവര് പോകുമ്പോ ശാരദാമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ കുഞ്ഞെ അവിടെ തന്നെ ഉണ്ടാവണെന്ന്. അങ്ങനെ ശാലിനി പപ്പിയെ കൂട്ടി പോകുമ്പോ കാർന്ന് ചോദിക്കും, പപ്പി ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവുന്ന ഉറപ്പല്ലേ? പപ്പി പറയും, അതെ, അവിടെ പോവാനേ വഴിയുള്ളൂ. ശാലിനി പറയും, എന്റെ ഈശ്വര, എന്റെ കുട്ടിയെ കാത്തോളണേ, ഒരാപത്തും വരുത്തല്ലേ. അച്ഛനെ കാണണമെന്നുള്ള വാശിയാ സത്യക്ക്. മോളോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? അച്ഛനെ കാണാത്തതില് സത്യക്ക് വലിയ സങ്കടമുണ്ട് ചേച്ചിയമ്മേ. മനസ്സ് നിറയെ സത്യയുടെ അച്ഛൻ എന്ന് വരുന്നുള്ള ചോദ്യ. ശാലിനി പറയും, ഇനിയിപ്പോ അമ്പലത്തിലില്ലെങ്കിൽ എന്ത് ചെയ്യും? പപ്പി പറയും, എനിക്ക് ഉറപ്പുണ്ട് ചേച്ചിയമ്മേ, സത്യ അവിടെ തന്നെ കാണും. ഇതേ സമയം സത്യ ആ ക്ഷേത്രത്തിൽ തന്നെയുള്ളത്. ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയിലാ. ഞാൻ ഭഗവാനോട് മിണ്ടില്ല, പിണക്കത്തില്ല. എന്നെ ഭഗവാൻ പറ്റിക്കുക. അച്ഛൻ വരുന്നു പറഞ്ഞ് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു വെച്ചെന്നറിയോ? എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഞാനൊരു പാവല്ലേ? അച്ഛനെ കാണാനുള്ള കൊതി കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ എന്താ എന്നെ കാണാൻ വരാത്തെന്ന് ചോദിച്ചിട്ട് അമ്മയും മറുപടി പറയുന്നില്ല, ശാരദാമ്മയും മറുപടി പറയുന്നില്ല. പഠിക്കുന്ന സ്ഥലത്തും അച്ഛനില്ലാത്ത കുട്ടിന്ന് പറഞ്ഞ് കൂടെ പഠിക്കുന്നവരൊക്കെ എന്നെ കളിയാക്ക. എനിക്ക് മാത്രം എന്താ അച്ഛനില്ലാത്തത്? എന്താ എന്റെ സങ്കടം കാണാത്തത്? ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ എനിക്ക് എന്റെ അച്ഛനെ കാണണമെന്ന്. എവിടെ പോയാലും എല്ലാ കുട്ടികൾക്കും കൂടെ അച്ഛനും ഉണ്ടാകും, അമ്മയും ഉണ്ടാകും. എനിക്ക് എന്റെ അമ്മ മാത്രം. അച്ഛന്റെ കൂടെ ബൈക്കിൽ പോണെന്നോ അച്ഛന്റെ കൂടെ അമ്പലത്തിൽ പോണെന്നൊക്കെ ഈ സത്യമോൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ നടത്തി തരുന്നില്ലല്ലോ. ഞാനിനി എന്ത് ചെയ്യണം? ഭഗവാൻ തന്നെ പറ. എന്റെ അച്ഛൻ എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഞാൻ എന്ത് വഴിപാടാ നടത്തേണ്ടത്? എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഞാൻ ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ചൊല്ലി ഇവിടെ ഇരിക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് സത്യ അവിടെ ഇരിക്കണേ. ഓം നമഃ ശിവായ, എന്റെ അച്ഛൻ എന്റെ അടുത്തേക്ക് തിരികെ വരണേ. ഓം നമഃ ശിവായ, എന്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് എന്നെ കാണാൻ വരണേ എന്നിങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും ശാലിനിയും പപ്പയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ തന്നെ അടുത്തേക്ക് ഓടിച്ചെല്ലും. സത്യെന്ന് വിളിച്ചിട്ട്, മോളെ നീ എന്തായി കാണിച്ചേ? സത്യ സങ്കടത്തോടെ പറയും, അച്ഛൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, അതിന് ഞാൻ പ്രാർത്ഥിക്കുക. ശാലിനി പറയും, എന്റെ മോളെ എവിടെയെങ്കിലും പോണെങ്കിലേ പറഞ്ഞിട്ട് പോണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. സത്യക്കും പപ്പി എപ്പോ വന്നു? ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്. സത്യ പറയും, അച്ഛൻ വരുന്ന് ഭഗവാൻ എനിക്ക് ഉറപ്പ് തന്നതാ പപ്പി, പക്ഷെ വന്നില്ല. പപ്പി പറയും, സത്യ സങ്കടപ്പെടാതെ, ഭഗവാൻ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ശാലിനി പറയും, മതി മോളെ പ്രാർത്ഥിച്ചത്, വാ. പറ്റില്ലമ്മേ, ഓം നമഃ ശിവായ 108 പ്രാവശ്യം ചൊല്ലണം, എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കൂ. ശാലിനി പറയും, മോളെ പറയുന്നത് കേൾക്ക്, ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം, എന്നിട്ട് പിന്നെ വന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വരില്ല. ശാലിനി പറയും, അങ്ങനെ പറഞ്ഞ പറ്റില്ല, വന്നേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുമ്പോഴായിരിക്കും ശാലിനി ഞെട്ടിപ്പോകുന്നത്. ഈശ്വര, നല്ല ചൂടുണ്ടല്ലോ, നല്ല പൊള്ളുന്ന ചൂട്. ഇത് വെച്ചാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? നീ വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. സത്യ പറയും, ഇല്ല ഞാൻ വരില്ല, എനിക്ക് എന്റെ അച്ഛനെ കാണണം. ശാലിനി പറയും, സത്യ വാശി പിടിക്കല്ലേ, എഴുന്നേൽക്ക്, എഴുന്നേറ്റ് വന്നേ. സത്യ പറയും, കുട്ടികള് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കൂ. പപ്പി പറയും, എഴുന്നേൽക്ക് സത്യയെ, പറയുന്ന കേൾക്ക്. ശാലിനിയും നിർബന്ധത്തില് പിടിച്ചു വലിക്കുക. വാ മോളെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും സത്യ അങ്ങ് തളർന്നു വീണു പോവാ. ശാലിനിയും പപ്പിയും പേടിക്കും, അയ്യോ മോളെ സത്യേ. ശാലിനിയും പപ്പിയും മാറി മാറി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശേഷം ശാലിനി മോളെ അവിടുന്ന് എടുക്കുക. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുക. ഡോക്ടറെ പരിശോധിക്കുന്നുണ്ട്. ശേഷം പറയും, മോളാകെ ടയർഡാണല്ലോ, മാനസികമായി ഒരുപാട് ടെൻഷൻ അടിച്ചതുപോലെ, പൾസും വീക്കാണ്, മോൾക്ക് ഉറക്കം ശരിയായി കിട്ടുന്നില്ലേ? ശാലിനി പറയും, ഉറക്കം ഈടായിട്ട് കുറവാ, ഒന്നും കഴിച്ചിട്ടുമില്ല. ഡോക്ടർ പറയും, ആദ്യം മോളുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ടാവാം ബാക്കി ചികിത്സയൊക്കെ. ശാലിനി പറയും, ഇതിപ്പോ വീട്ടിൽ നിന്ന് ആരോടും പറയാതെയാ പൂജയ്ക്കായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയത്. ഞങ്ങൾ തിരക്കി ചെല്ലുമ്പോ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കായിരുന്നു, വിളിച്ചിട്ട് വന്നതുമില്ല. തൊട്ടപ്പോഴാണെങ്കിൽ നല്ല ചൂടും, പിന്നെ പെട്ടെന്ന് ബോധം പോയതുപോലെ അങ്ങ് വീഴായിരുന്നു. ഡോക്ടർ പറയും, ഹൈ ടെമ്പറേച്ചറാ, അതിപ്പോ മരുന്നിൽ മാറാവുന്നതേ ഉള്ളൂ. ഈ സമയത്തും സത്യ ഇങ്ങനെ മയക്കത്തിലാണെങ്കിലും അച്ഛാ അച്ഛാന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ പറയും, മോളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. ശാലിനി തല താഴ്ത്തും. അല്ല, ഇങ്ങനെ ഉറക്കത്തിൽ പിച്ചും പെയ്യും പറയുന്നത് നേരത്തെ ഉള്ളതാണോ, അതോ ഇപ്പൊ ഈ പനിയുടെ ഹാങ് ഓവറിൽ ഉണ്ടായതാണോ? ശാലിനി പറയും, അല്ല, 2-3 ദിവസമായിട്ട് മോൾ ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സത്യ പറയുന്നുണ്ട്, എനിക്ക് അച്ഛനെ കാണണം. ഡോക്ടറേക്കും കുട്ടിയുടെ അച്ഛൻ ഇവിടെ ഇല്ലേ? ശാലിനി പറയും, അത് ഇല്ല. ഡോക്ടറേക്കും ഈ കുട്ടി? ശാലിനി പറയും, ഇത് എന്റെ അനുജത്തിയുടെ മകളാ. ശാലിനിയോട് പറയും,
ഒന്ന് ആ പുറത്തേക്ക് വരുമോ? ശാലിനി പറയും മോള് ഇവിടെ നിൽക്കട്ടോ, ചേച്ചിയമ്മ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ശാലിനി പോകും. പപ്പി എപ്പോഴും സത്യേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പുറത്ത് വരുമ്പോ ശാലിനിയോട് ഡോക്ടറേക്കും ഹസ്ബൻഡുമായിട്ട് നിങ്ങൾ നല്ല ബന്ധത്തിലല്ലേ? ശാലിനി തല താഴ്ത്തിട്ട് പറയും അല്ല. കുട്ടിയെ കാണുകയോ കുട്ടിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയോ അദ്ദേഹം ചെയ്യുന്നുണ്ടോ? അത് അദ്ദേഹത്തിന് അറിയില്ല സത്യ മോളാണെന്നുള്ള കാര്യം. ഡോക്ടർ പറയും ഫാമിലി മാറ്റേഴ്സ് ഒന്നും ഞാൻ ചോദിച്ചറിയുന്നില്ല, പക്ഷേ അത് എന്ത് തന്നെ ആയാലും ബാധിച്ചിരിക്കുന്നത് കുട്ടിയെയാണ്. അവളുടെ കൊച്ചു മനസ്സിൽ ആഴത്തിൽ അച്ഛൻ എന്ന സങ്കല്പം വല്ലാതെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോയി പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് മുളയിലെ നുള്ളണം, ഇല്ലെങ്കിൽ ഈ കുരുന്നു മനസ്സിന്റെ വേദന വല്ലാതെ അവളുടെ മാനസിക നിലയെ സ്വാധീനിക്കാൻ ഒരു ശ്രമം നടത്തിയേക്കാം. ശാലിനി വല്ലാതെ ഭയക്കുന്നുണ്ട്. ഡോക്ടർ പറയും അത് അപകടമാണ്. ശാലിനിക്കും ഡോക്ടർ പറഞ്ഞു വരുന്നത്, ഡോക്ടർ പറയും എത്രയും വേഗം കുട്ടിയെ അച്ഛന്റെ സാമീപ്യം അറിയിക്കുക. അതിപ്പോ നിങ്ങൾ തമ്മിലുള്ള തർക്കമൊന്നും ഇവിടെ ഗവനിക്കേ വേണ്ട. കുട്ടിയുടെ ലൈഫ് മുന്നിൽ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരൊന്നിച്ചിടപഴകാനുള്ള ഒരവസരം ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞിൽ നിന്നും അവളുടെ മനസ്സ് നഷ്ടപ്പെടും. നമ്മുടെ മനസ്സ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന്റെ ആദ്യ ഉദാഹരണമാണ് പരസ്പര ബന്ധമില്ലാതെ നമ്മൾ സംസാരിക്കുക എന്നുള്ളത്. പിന്നീട് അത് നമ്മളെ തിരുത്താൻ പറ്റാത്ത രീതിയിൽ പിടിമുറുക്കും. അവളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലൊരു ലൈഫ് അവൾക്ക് കൊടുക്കാൻ കഴിയുക. അതുമാത്രമാണ് ഈ അവസ്ഥയ്ക്കുള്ള പ്രതിമരുന്ന്. ഇപ്പോ കുട്ടിയുടെ ശരീരത്തിനേറ്റ രോഗത്തിന് എനിക്ക് ചികിത്സിക്കാൻ പറ്റും, പക്ഷെ മനസ്സിനേറ്റ രോഗത്തെ ചികിത്സിക്കാൻ അവളുടെ അച്ഛൻ അവളുടെ മുന്നിലേക്ക് വന്നേ പറ്റൂ. എന്നിട്ട് അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കൂട്ടുകാരനെ പോലെ ആ അച്ഛൻ മാറണം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയല്ലേ, അവരുടെ സന്തോഷം കാണാൻ വേണ്ടിയല്ലേ. അത് നഷ്ടപ്പെടുത്തിയിട്ട് മറ്റെന്ത് നേടിയിട്ട് എന്ത് കാര്യം? ശാലിനി എപ്പോഴും ഇങ്ങനെ തലതാഴ്ത്ത ഡോക്ടറേക്കും ഹസ്ബൻഡ് നാട്ടിൽ തന്നെയുള്ള ആളാണോ? ശാലിനി പറയും അതെ. ഡോക്ടറേക്കും എങ്കിൽ ഞാൻ സംസാരിക്കണോ? വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. കുട്ടിയുടെ സ്റ്റേജ് ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തില് ഇത്രയും ഇൻവോൾവ് ആയത്. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി കാണുമല്ലോ? ശാലിനി പറയും മനസ്സിലായി ഡോക്ടർ, എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കാണാം. ഡോക്ടർ പറയും സൊല്യൂഷൻ കാണുന്നതേ കുട്ടിക്ക് അനുകൂലമായ രീതിയിലായിരിക്കണം. അതായത് എല്ലാ വഴക്കും മറന്ന് അദ്ദേഹം നിങ്ങൾക്കൊപ്പം അറ്റ്ലീസ്റ്റ് കുട്ടിക്കൊപ്പമെങ്കിലും സമയം ചെലവഴിക്കാൻ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്നൊരു റിസൾട്ട് കിട്ടൂ. ശാലിനി ഇങ്ങനെ മിണ്ടാ തലതാഴ്ത്തി നിൽക്കുക. ഓക്കെ? ശാലിനി പറയും ഓക്കെ ഡോക്ടർ. അങ്ങനെ ഡോക്ടർ പോകുമ്പോഴേക്കും ചേച്ചിയമ്മേ എന്ന് വിളിച്ച് പപ്പി വരും. സത്യക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക. ശാലിനി വിചാരിക്കും ഈശ്വര എന്ത് പോംവഴിയാ ഞാനിതിൽ കാണുക. അങ്ങനെ ആലോചിച്ചതിന് ശേഷം രണ്ടുപേരും സത്യയുടെ അടുത്തേക്ക് ചെല്ലാണ്. സത്യ ഇങ്ങനെ അപ്പോഴും പറയുന്നത് എന്റെ അച്ഛൻ എപ്പോഴാ വരിക, എനിക്ക് അച്ഛനെ കാണണം. ശാലിനിക്ക് അങ്ങ് സങ്കടാവും. അടുത്തിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. അച്ഛൻ എന്താ അച്ഛാ മോളെ കാണാൻ വരാത്തെ? അച്ഛനെന്നെ ഇഷ്ടമല്ലേ? എന്നെ കാണുന്നത് വെറുപ്പാണോ അച്ഛാ? ഇതിങ്ങനെ കേൾക്കുമ്പോ ശാലിനിക്കും അതുപോലെ പപ്പിക്കും നല്ല സങ്കടാവുന്നുണ്ട്. രണ്ടുപേരും സങ്കടത്തോടു കൂടെ ഇങ്ങനെ അവിടെ ഇരിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പപ്പി വരാത്തതിലുള്ള ടെൻഷനിലാണ് ശ്യാമ. അപ്പണ്ടാവും പപ്പി മോളെന്ന് വിളിച്ച് ബാമ അങ്ങോട്ട് വരുന്നേ. ശ്യാമേ പപ്പി എവിടെ? ശ്യാമ പറയും ഞാനും ഈ വീട് മുഴുവനും അവളെ വിളിച്ചു നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലൊക്കെ പോവാറുള്ളതാ. രോഹിത് അന്വേഷിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. ബാമറിഹു ആകെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, അതിനെ പോലും നേരെ ചൊവ്വ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ വളരെ കഷ്ടമാ. നിങ്ങൾക്കൊക്കെ പിന്നെ എന്തെവിടെ പണി? ശാലിനി പറയും അല്ല സത്യമേ അവളെവിടെ കാണും. ക്ഷേത്രത്തിൽ പോകുമ്പോഴും അല്ലാതെയും അവിടുത്തെ കൊച്ചുമായിട്ട് സംസാരിച്ച് നിൽക്കാറുള്ളതാ. ബാമറിയും അവിടെ കാണുന്നുള്ള വിശ്വാസമല്ലേ ഉള്ളൂ, കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കൊച്ചില്ല എന്ത് ചെയ്യും? അവിടെ പപ്പിമോൾ ഉണ്ടെന്ന് കരുതി നമ്മൾ ഇവിടെ ഇരിക്കുകയും ചെയ്യും. ശ്യാമ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. അപ്പോഴേക്കും രാഘവൻ നായരെ അവിടുന്ന് വിളിച്ചു വയ്ക്കും. പപ്പിമോള് വന്നോ ബാമേ? നിങ്ങൾ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? എവിടെയെങ്കിലും പോയി കൊച്ചിനെ തിരക്ക്. ബാമ വിളിച്ചറിയും അവള് കളിക്കാൻ പോയ വീട്ടിലുണ്ടെന്നാ പറയുന്നത്. രോഹിത് അവള് വിളിക്കാൻ പോയിട്ടുണ്ട്. ശ്യാമയോട് പറയും അല്ലെങ്കിൽ ഇനിയിപ്പൊ അത് മതി രാഘവേട്ടന് ആദ്യ കയറാൻ. അപ്പോഴേക്കും കുഞ്ഞെ അവിടെയൊന്നും ഇല്ല കുഞ്ഞെ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നി അങ്ങോട്ട് വരും. ബാമ പറയും പൊന്നി നീ അകത്ത് പോയി ഒന്നുകൂടെ നോക്കിയേ. പൊന്നി അകത്തൊക്കെ പോയി വിളിച്ച് തരയണേ. ശ്യാമയ്ക്ക് അറിയെങ്കിലും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ വന്ന് കാര്യം തിരക്കും. പപ്പിമോളെ ഇവിടെ എവിടെയും കാണാനില്ല പിള്ളേ. പിള്ളച്ചേട്ടനാകെ പേടിക്കും. താനും കൂടി ഒന്ന് പോയി അന്വേഷിക്കേ. പിള്ളച്ചേട്ടൻ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ ബാമ പറയും അകത്തേക്കല്ല പുറത്തേക്ക് പോയി അന്വേഷിക്കേ. അങ്ങനെ പിള്ളച്ചേട്ടൻ അവിടുന്ന് പോവും. ശ്യാമ പറയും എവിടേക്കെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാ പപ്പിമോള് കേൾക്കില്ല. ബാമ പറയും കേൾക്കില്ലെന്ന് പറഞ്ഞാ പോരാ, കേൾപ്പിക്കണം. എടി കാലം നല്ലതല്ല, കാണുന്നവര് നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ രോഹിത്തിനെ വിളിക്കേ. എന്നിട്ട് അവൾ അവിടെ ഇല്ലെങ്കില് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ. ആ വഴിക്കും ഒരു അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ശ്യാമ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോണ്ടാവും പപ്പി അങ്ങോട്ട് വരുന്നേ. ശ്യാമ ഇതാ വരുന്നു. പപ്പി അങ്ങ് അത്തേക്ക് കയറി പോവാൻ തുടങ്ങുമ്പോ ശ്യാമ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാമ നിക്കടേ അവിടെ, എവിടെ പോയിരിക്കായിരുന്നു ഇത്രയും നേരം? ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ ബാമയ്ക്ക് ദേഷ്യം വരും. ഡി എവിടെ പോയിരിക്കായിരുന്നു ഇത്രയും നേരം? അമ്പലത്തില് ദേ ചന്ദനം കണ്ടില്ലേ? ബാമറി ഹാ ഇനി മേല ഒറ്റയ്ക്ക് ഇറങ്ങി പോയേക്കരുത്. അമ്പലത്തിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും ഞങ്ങൾ ആരെങ്കിലും കൂടെ വന്നാൽ മാത്രം നീ പോയാ മതി.
അതിൽ ശ്യാമ പിടിച്ചു വലിച്ചിട്ടേക്കും, എന്തിനാ പപ്പി നീ ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത്? എല്ലാവരും എന്തോരം സങ്കടപ്പെട്ടെന്നറിയും. പപ്പി പറയും, ഇനി അങ്ങനെ പോവില്ല അമ്മേ. പപ്പിമോള് സത്യം ചെയ്യ സത്യം, ഇനി പപ്പിമോള് അങ്ങനെ പോവില്ല. ബാമറിയും, ശരി നീ പോയി എന്തെങ്കിലും കഴിക്കേ. പിന്നെ ശ്യാമേ രാഘവേട്ടനും മരുന്ന് കൊടുക്ക്, എന്നിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നെ പപ്പിക്കും. ഓടിക്കതച്ച് തളർന്നു വന്നതല്ലേ, ശരിപ്പോ എന്ന് പറയുമ്പോ ശ്യാമ ആ മോളെക്കൂട്ടി പോവാണേ. ഈ സമയത്തായിരിക്കും രോഹിത്ത് വിളിക്കുന്നത്. ബാമറിയും, എടാ രോഹിത്തെ, പപ്പിമോള് വന്നു, അവൾ അമ്പലത്തിൽ പോയതായിരുന്നു എന്ന്. ഞാൻ നന്നായി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി അവൾ ആവർത്തിക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. നീ ടെൻഷൻ ആവണ്ട, വീട്ടിലേക്ക് പോര്. ശരി സത്യമേ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണേ. അങ്ങനെ ഭാമ അകത്തേക്ക് പോവും. ഇതേ സമയം അകത്ത് ചെല്ലുമ്പോ ശ്യാമയ്ക്കും, സത്യം പറ, എവിടെ പോയതായിരുന്നു നീ ചന്ദനത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് തുടങ്ങിയതാ. പറ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? പറ, എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇത് കേട്ടായിരിക്കും ഭാമ വരുന്നത്. ഇത് ശ്യാമയും പപ്പിയും കണ്ടിട്ടില്ല. അത് പിന്നെ ഞാൻ സത്യയെ കാണാൻ സത്യയുടെ വീട്ടിൽ പോയതായിരുന്നു. ശ്യാമയ്ക്കും, അതെന്തിനാ നീ ഇപ്പൊ അവിടെ പോയത്? സത്യയുടെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാണമ്മേ. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ഏതു നേരവും അച്ഛൻ എപ്പോ വരും എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്ക. ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്യാമയ്ക്കും, അല്ല മോളെ, ചേച്ചിയമ്മ എന്താ പറഞ്ഞത്? ചേച്ചിയമ്മ എന്ത് പറയാനാ? എന്നിട്ട് ആരോടും പറയാതെ സത്യ അമ്പലത്തിലേക്ക് പോയി. അവിടെ തളർന്നു വീണു. ശ്യാമ അങ്ങ് പേടിക്കും. എന്നിട്ട് ഞാനും ചേച്ചിയമ്മയും കൂടെ സത്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷാ ഞാൻ തിരികെ ഇങ്ങോട്ട് വന്നത്. അതാ താമസിച്ചത്. ഭാമ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അമ്പടി ഭയങ്കരി. അപ്പൊ നീ ചെറിയ വിത്തൊന്നുമല്ല. ആ ശാലയുടെയും ശ്യാമയുടെയും മുഴുവൻ തന്ത്രങ്ങളും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടാതിരിക്കും? ആ ശാരദാമ്മയുടെ കൊച്ചുമോളല്ലേ. ഇതിലും വലിയ തന്ത്രങ്ങൾ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശ്യാമയ്ക്കും, അല്ല മോളെ, എന്നിട്ടിപ്പോ സത്യക്ക് എങ്ങനെയുണ്ട്? അതെ, സത്യയെ അച്ഛനെ കാണിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സത്യക്ക് അച്ഛനെ കാണാത്തതിന്റെ സങ്കടമാണെന്ന്. അത് മാറണമെങ്കിലേ അച്ഛൻ വരണമെന്ന്. അപ്പൊ ശ്യാമ വിചാരിക്കും, ഈശ്വര, കുഞ്ഞേച്ചി എല്ലാം സഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണല്ലോ. ഈ കടങ്ങളെല്ലാം ഞാൻ എങ്ങനെ വീട്ടാനാ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതിനു ശേഷം പപ്പിയെ കൂട്ടി അവിടുന്ന് പോവാ. ഇതേ സമയം മാമയെല്ലാം കേട്ടല്ലോ. സത്യയുടെ അച്ഛൻ വരട്ടെ, വന്നിരുന്നെങ്കിലേ എന്റെ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കിട്ടുമായിരുന്നു. ഇതേ സമയം കുടുംബശ്രീ വീട്ടിലെത്തിയിട്ടുണ്ട് ശാലിനിയും സത്യയും. സത്യ അപ്പോഴും മയക്കത്തില് അച്ഛനെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. അച്ഛൻ എന്താ വരാത്തെ? അച്ഛൻ എന്നെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ശാലിനിക്കും വിഷമാവുന്നുണ്ട്. കൂടാതെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ശാലിനിയുടെ മനസ്സിലുണ്ട്. ഈ കൊച്ചു മനസ്സിനെ വേദനിപ്പിച്ചാലേ മാനസിക നില തെറ്റിപ്പോകും. ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ ശാരദാമ്മ അങ്ങോട്ട് വരികയാണേ. അപ്പോഴും സത്യ പറയുന്നത് ഇങ്ങനെ കേൾക്കുമ്പോ ശാരദാമ്മയ്ക്കും സങ്കടാവും. ശാരദാമ്മ അടുത്ത് വന്നിട്ട് വയ്ക്കും, എന്താടി ഇതിനൊരു പരിഹാരം? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിങ്ങനെ കൂടി വരും തോറും ഇവളുടെ മനസ്സ് കൈവിട്ടു പോവേയുള്ളൂ. ശാലിനി പറയും, ഡോക്ടർ പറഞ്ഞതും ഇതൊക്കെ തന്നെയാണമ്മേ. സത്യയുടെ അച്ഛനുമായിട്ട് സത്യയെ കാണിക്കുക, അതല്ലാതെ മറ്റൊരു പരിഹാരം ഇല്ലെന്നുള്ള രീതിയിലാ ഡോക്ടർ സംസാരിച്ചത്. ശാരദാമ്മ പറയും, മോളെ, വിഷ്ണുവിനെ കൊണ്ടുവന്നൊന്ന് കാണിച്ചാലോ? വിഷ്ണുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ? അവൻ കേൾക്കും നിന്റെ അവസ്ഥയും സത്യമോളുടെ ഇപ്പോഴത്തെ അവസ്ഥയും. ഇതില് രക്ഷിക്കാൻ ഒക്കുന്നത് വിഷ്ണുവിന് തന്നെയാ. ശാലിനി പറയും, സത്യയ്ക്ക് മുന്നിലെ വിഷ്ണുവേട്ടനാണ് അച്ഛനെന്നുള്ള രീതിയിൽ കാണിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതൊന്നും സത്യാമ്മയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റില്ല. സത്യാമ്മ ഇതൊന്നും വിശ്വസിക്കത്തുമില്ല. എന്നോടുള്ള താല്പര്യം കൊണ്ട് വിഷ്ണുവേട്ടൻ ഇതൊക്കെ ഏറ്റു പറയാണെന്ന് മാത്രമേ വിശ്വസിക്കൂ. അപ്പോഴും സത്യ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. അച്ഛൻ എന്താ വരാത്തത്? അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോവാനുള്ളതാ എന്നിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഇവര് വീണ്ടും വിഷമിക്കുകയാണേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇതിന് നെക്സ്റ്റ് പ്രമോളുള്ളത്. ഇതേ സമയം സത്യ ഇപ്പോഴും ഇങ്ങനെ അവിടെ കിടക്കുകയാണ് ബോധമില്ലാതെ. ബോധം വരുന്ന സമയത്തും ആരോടും ഒന്നും മിണ്ടുന്നും പറയുന്നുമില്ല. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് ശ്യാമ വിഷ്ണുവിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. സത്യയുടെ അസുഖം മാറണമെങ്കിൽ സത്യയുടെ അച്ഛൻ വരണമെന്നാ. വിഷ്ണു പറയും, ഇനിയും ഇതിലിങ്ങനെ ഒരു എത്തും പിടിയില്ലാതെ പോയിട്ട് കാര്യമില്ല. ഞാനിപ്പൊ തന്നെ സത്യയെ കാണാൻ പോവാ. ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റല്, അതല്ല വീട്ടിലാണെങ്കിൽ വീട്ടില് എന്ന് പറഞ്ഞ് വിഷ്ണു നേരെ കുടുംബശ്രീ വീട്ടിലേക്ക് പോവാണേ. ഇതേ സമയം സത്യയ്ക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. പപ്പിയാണ് വിളിക്കുന്നത്. അത് വിഷ്ണു പറഞ്ഞു കൊടുത്തതുപോലെ വിഷ്ണുവിനെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ വോയിസ് മാറ്റി സംസാരിക്കുന്ന ഒരു ആപ്പിനെ കുറിച്ച്. അതിലൂടെ സത്യയുടെ വിഷമം കണ്ടിട്ട് സത്യയെ വിളിക്കാണ് പപ്പി. ആദ്യം മനസ്സിലാവുന്നില്ല സത്യക്ക്. ആരാ വിളിക്കുന്നെന്ന് ചോദിച്ചത്. എന്താ വേണ്ടത്? പപ്പി പറയും അച്ഛനാണെന്ന്. ഇത് കേൾക്കുമ്പോ സത്യക്ക് സന്തോഷവും. അച്ഛനോ? എന്നിട്ട് അച്ഛനോട് നല്ല സ്നേഹത്തില് സന്തോഷത്തിൽ ഇങ്ങനെ സത്യ സംസാരിക്കണേ. പിന്നീട് അല്പസമയം കഴിഞ്ഞാൽ കാണിക്കുന്ന ഭാഗത്ത് വിഷ്ണു കുടുംബശ്രീ വീട്ടിലേക്ക് വരണേ. ശേഷം സത്യയുടെ കൈ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഒരു ഉമ്മ വെച്ച് കൊടുക്കണേ. സത്യക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട്. സത്യയുടെ മുഴുവൻ അസുഖവും മാറി. ശാരദാമ്മയും ശാലിനിയും ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കണേ. ഇതേ സമയം വിഷ്ണു വരുന്നത് കണ്ടിട്ട് സുസ്മിത പിന്നാലെ തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കാണാണേ. ഈ സമയത്ത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ ശാലിനി വിഷ്ണുവിനോടെല്ലാം തുറന്നു പറയുന്നത് സുസ്മിത കണ്ടിട്ട് അത് വീഡിയോ എടുത്ത് ഭാമയെ കാണിക്കോ ഇല്ലയോന്നൊന്നും അറിയില്ല. നമുക്ക് വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം.
റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്